വിമർശനങ്ങളെ അതിജീവിക്കുക എന്ന് വെച്ചാൽ സത്യത്തിൽ 2 തരം വിമർശനങ്ങളാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഒന്ന്, അവന് ഇഷ്ടമല്ലാത്ത ആളുകൾ അവനെ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പറയുന്ന വിമർശനങ്ങളും, മറ്റൊന്ന് അവന് ഇഷ്ടമുള്ള ആളുകൾ ആത്മാർത്ഥമായി അവൻ വളർന്നു വരണം, വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പറയുന്ന വിമർശനങ്ങളും. അപ്പോൾ ഇതിൽ 2ൽ ഏത് വിമർശനമാണ് എനിക്ക് ഇപ്പോൾ ലഭിച്ചത് അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ലഭിച്ചത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ഏത് വിമർശനമാണെങ്കിലും അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ വിമർശനമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മേഖല അതിനെപ്പറ്റി നമ്മളൊന്ന് പുനഃപരിശോധന നടത്തണം. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വിമർശനം കൊണ്ടുണ്ടായ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും, നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇനി ആദ്യത്തെ വിമർശനം, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ സ്വയം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെപ്പറ്റി നല്ല ധാരണയുണ്ടെങ്കിൽ അത്തരം വിമർശനങ്ങൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ കഴിവുകൾ അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നമുക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് എന്ന നല്ല ധാരണ നമുക്ക് വേണം. എന്നിട്ട് ആ മേഖല തിരഞ്ഞെടുത്ത് വേണം മുമ്പോട്ട് പോകാൻ. അതുപോലെ തന്നെ നമ്മളുടെ കുറവുകൾ, നമുക്ക് ശോഭിക്കാൻ സാധിക്കാത്ത മേഖലകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത പണി ഏതൊക്കെയാണ് എന്നുള്ള നല്ല ധാരണയും നമ്മൾക്ക് ഉണ്ടെങ്കിൽ ആ വിമർശനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ആദ്യം പറഞ്ഞ വിമർശനങ്ങളിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് തകർന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ സക്സസ് ആയ മേഖല കണ്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ചെയ്ത് വിജയിച്ചല്ലോ, അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ചെയ്യാം എന്ന് കരുതി ഒരു മേഖല തിരഞ്ഞെടുക്കുക. അത് ഏത് മേഖലയായാലും, ബിസിനസ് ആയാലും കലാരംഗമായാലും എന്ത് തന്നെ ആയാലും, നമുക്കറിയാൻ പാടില്ലാത്ത, നമുക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശകർ കൂടുതലായിട്ട് വരും. അത് കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായി തകർന്നു പോകും. എന്നാൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇവർ മാനസികമായി നമ്മളെ തളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മുടെ കഴിവിൽ നമുക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ, ഞാൻ പറഞ്ഞു, കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ലാതെ അത്തരം വിമർശനങ്ങൾ നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുക പോലുമില്ല. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്ക് നമ്മളെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ കുറവുകൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. എങ്കിൽ മാത്രമാണ് ഈ വിമർശനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.